ഹായ്, ഇതാണ് കയ്യുണ്ണി എന്ന് പറയുന്ന ഔഷധസസ്യം. ഇതിനെ കയ്യുണ്ണി എന്നതിനെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഭൃംഗരാജ എന്ന പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് ദശപുഷ്പങ്ങളിൽപ്പെട്ട ഒരു സസ്യമാണ്. നമ്മുടെ പാടത്തും പറമ്പിലും എല്ലായിടവും നനവാർന്ന എല്ലാ സ്ഥലത്തും ഇഷ്ടം പോലെ കാണപ്പെടുന്ന ഒരു ചെടിയാണ് ഇത്. തലമുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എക്ലിപ്റ്റ ആൽബ എന്നാണ്. ഇത് ആസ്ട്രേസിയ ഫാമിലിയിൽപ്പെട്ട ഒരു സസ്യമാണ്. തലമുടിയുടെ എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ തലമുടിയുടെ കറുപ്പ് നിറം കൂട്ടാനും തലമുടി വളരാനും അതുപോലെ കണ്ണിൻ്റെ കാഴ്ചക്കുറപ്പിനും എല്ലാം ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ നീലഭൃംഗാതി എണ്ണ എന്ന് പറയുന്നത്? അതിൻ്റെ പ്രധാന ചേരുവയും ഈ സസ്യമാണ്. ഇത് വെള്ള നിറത്തിലുള്ള പൂക്കളാണ് ഇതിന്. 3 തരത്തിലുള്ള കയ്യുന്നി ചെടികളുണ്ട്. വെള്ളപ്പൂവ്, നീലപ്പൂവ്, പിന്നെ മഞ്ഞപ്പൂവ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈ വെള്ളപ്പൂവിൻ്റെ സസ്യമാണ്. ഞാനും ഈ വെള്ളപ്പൂവിൻ്റെ സസ്യം മാത്രമാണ് കണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഇതിൻ്റെ വിത്തുകളാണ്. ഇതെല്ലാം ഇതിൻ്റെ വിത്തുകളാണ്. ഇത് പാകമായി കഴിയുമ്പോൾ കൊഴിഞ്ഞ് പോയിട്ടാണ് പുതിയ സസ്യങ്ങളുണ്ടാകുന്നത്. ഇതിൻ്റെ ഇല ഇടച്ചു പിഴിഞ്ഞ് ഇതിന് നല്ല കറുപ്പ് നിറമാണ്. ഇത് വെച്ച് എണ്ണ കാച്ചി തേച്ചാൽ തലമുടി വളരുകയും തലമുടിക്ക് നല്ല കറുപ്പ് നിറവുകയും കിട്ടും. ഇപ്പോൾ സത്യത്തിൽ ഈ ഔഷധസസ്യം കാണാനില്ല. സത്യത്തിൽ ഇതിൻ്റെ റോസാ ചെടിയുടെ കൂടെ വളരുകയാണ്. ഇത് നമ്മൾ സാധാരണ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ എണ്ണ കാച്ചിയൊക്കെ തേക്കാറുണ്ട്.